നമ്മുടെ ഇന്ത്യൻ കാടുകളിലെ ഏറ്റവും കരിസ്മാറ്റിക് ആയിട്ടുള്ള ആനിമൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് നമ്മുടെ കടുവയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ കടുവകളെക്കുറിച്ചുള്ള കഥകളാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പങ്കുവെക്കാനിരുന്നത് കടുവകളെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഞാനൊരു 14 വർഷം മധ്യപ്രദേശിലെ കാടുകളിൽ നാച്ചുറലിസ്റ്റായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ കാട്ടിൽ തപ്പിപ്പോകുന്നത് നമ്മൾ കടുവയെ കാണാനായിട്ടാണ്. കാരണം അവിടെ ഗസ്റ്റുകൾ വരുന്ന അവർ കടുവയെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കുറേയേറെ പ്രാവശ്യം കടുവകളെ കണ്ടിട്ടുണ്ട്. എനിക്ക് 100 കണക്കിന് പ്രാവശ്യം കടുവകളെ കണ്ടിട്ടുണ്ട് 14 വർഷത്തിനിടയ്ക്ക്. കുറേയേറെ യുണീക്കായിട്ടുള്ള ബിഹേവിയർ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കടുവയുടെ മീറ്റിംഗ് കണ്ടിട്ടുണ്ട്, കടുവ ഹണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയം കടുവയെ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് തീരത്തെന്ന് പറഞ്ഞ്, അദ്ദേഹം കൻഹ ടൈഗർ റിസർവിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് അവരുടെ വില്ലേജ് വെളിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്തപ്പം അദ്ദേഹം ഒരു ഗൈഡായിട്ട് അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഒരു നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരു 10-40 വർഷം കാടിനകത്ത് നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവൻ്റെ കൂടെ കാട്ടിൽ പോയി കഴിയുമ്പോൾ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു കടുവയുടെ സൗണ്ട് കേട്ടാലോ അല്ലെ കടുവയുടെ കാൽപാദം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അപ്പോൾ കടുവയുടെ ഒരു സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ പ്രാവശ്യം നമ്മളൊരു കടുവയെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവം വരും, അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ കടുവകളുടെ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കിന് കടുവകൾ 9 സബ് സ്പീഷീസ് ഉണ്ട്. 9 സബ് സ്പീഷീസിനകത്ത് 3 എണ്ണം ഓൾറെഡി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. കാസ്പിയൻ ടൈഗർ, ബാലി, ജാവ എന്ന് പറയുന്ന 3 എണ്ണം ഓൾറെഡി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. പിന്നെ 6 എണ്ണം എലൈവ് ആയിട്ടുണ്ട്. 6 എണ്ണത്തിനകത്ത് നമ്മുടെ ബംഗാൾ ടൈഗർ ഉണ്ട്, മലയൻ ടൈഗർ ഉണ്ട്, സുമാത്രൻ ടൈഗർ ഉണ്ട്, പിന്നെ ഇൻഡോ ചൈനീസ് ടൈഗർ, ഇങ്ങനെ പറയുന്ന കുറേ 5-6 സ്പീഷീസുകൾ ഇപ്പോഴും എലൈവ് ആണ്. ഇതിൻ്റെ അകത്ത് കാസ്പിയൻ ടൈഗർ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടൈഗർ എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഏകദേശം 300-ലധികം കിലോ വലിപ്പം വെക്കുന്നത്. പക്ഷേ അടുത്തിടയ്ക്ക് ഒരു പഠനം നടത്തിയതനുസരിച്ച് കാസ്പിയൻ ടൈഗറും സൈബീരിയൻ ടൈഗറും ഒരേ ജനറ്റിക്കലി ഏകദേശം ഒരേ സ്പീഷീസാണ് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കടുവ നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് സാധാരണ കടുവകളുടെ സൈസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പം കണ്ടാൽ മനസ്സിലാകത്തില്ല, വലിയൊരു കടുവയാണെന്ന് മനസ്സിലാകും. നമ്മൾ ലയനുമായിട്ട് കമ്പയർ ചെയ്യും, സിംഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് സിംഹമല്ല ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളത്, അത് കടുവയാണ്. കാരണം വലിയൊരു ആൺകടുവയ്ക്ക് ഒരു 250 കിലോ അല്ലെങ്കിൽ 300 കിലോ വരെ വലിപ്പം വെക്കാം. എന്നൊരു വലിയൊരു സിംഹത്തിന് ഒരു 220 കിലോയ്ക്ക് മുകളിലൊക്കെ സാധാരണ വലിയ സിംഹങ്ങൾ വലിപ്പം വെക്കാറില്ല. അതേസമയം പെൺകടുവകളൊക്കെ ഒരു 120 മുതൽ 160 കിലോ വരെ വലിപ്പം വെക്കും. അതുപോലെ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത്? ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ആൺകടുവകളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കിന് ആൺകടുവകളുടെ തലയൊക്കെ നല്ല വലുപ്പമായിരിക്കും, തലയ്ക്ക് നല്ല സൈസായിരിക്കും. കൂടാതെ ഇങ്ങനെ മെയിൻ ഉണ്ട്, ഇങ്ങനെ താടി രോമങ്ങൾ ഇങ്ങനെ 4 സൈഡിലും ഇങ്ങനെ നന്നായിട്ട് പടർന്നിരിക്കുന്നതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നെക്കിനൊക്കെ നല്ല വലുപ്പമായിരിക്കും, സൈസ് കൂടുതലായിരിക്കും. ഇങ്ങനെ 2-3 കാര്യത്തിന് നമുക്ക് കടുവകളെ ആണാണോ പെണ്ണാണോ എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതുങ്ങളുടെ വയസ്സ് എങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. ചില സമയത്തൊക്കെ വലിയ പാടാണ്. കടുവകളെ കണ്ടാൽ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് 5 വയസ്സുള്ള കടുവ, 6 വയസ്സുള്ള കടുവ, അല്ലെങ്കിൽ 10 വയസ്സുള്ള കടുവ, അല്ലെങ്കിൽ 1 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കൽ ഒരു സയൻറ്റിസ്റ്റ് വന്നിരുന്നു, ഡോക്ടർ ജാല എന്ന് പറഞ്ഞ WWFിൻ്റെ ഡീനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് കാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹം കുറേയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കാട്ടിൽ പോകുന്ന സമയത്ത് കുഞ്ഞു കടുവകളെ ശ്രദ്ധിച്ചാൽ, ചെറിയ 1 വയസ്സ് വരെയുള്ള 2 വയസ്സുള്ള കടുവകളെ ശ്രദ്ധിച്ചാൽ അവരുടെ മൂക്ക് നല്ല പിങ്ക് നിറത്തിലായിരിക്കും. അപ്പം പിങ്ക് നിറത്തിലുള്ളൊരു 4-5 വയസ്സ് വരെ ഈ കടുവകളെല്ലാം നല്ല പിങ്ക് നിറത്തിലായിരിക്കും. പിന്നെ വയസ്സ് കൂടും തോറും ഇതിൻ്റെ ഈ മൂക്കിൻ്റെ കളർ ചെറിയ ബ്രൗണിഷും ഡാർക്കിഷും ആയി തുടങ്ങും. 10 വയസ്സ് കഴിഞ്ഞ് 10, 11, 12 വയസ്സുള്ള കടുവകളുടെയൊക്കെ മൂക്ക് നല്ല ബ്ലാക്ക് കളറിരിക്കും, നല്ല പിച്ച് ബ്ലാക്ക് കളറിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഫീൽഡ് വെച്ച് കണ്ടാൽ ഇങ്ങനെയാണ്, മൂക്ക് നോക്കിയിട്ടാണ് നമുക്കിതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, ഈ കടുവകൾ സാധാരണ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നൊരു ചോദ്യം എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. സാധാരണ ഒരു കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ 10 മുതൽ 12 വയസ്സ് വരെ ഒരു കാട്ടിൽ ജീവിച്ചിരിക്കുന്ന വൈൽഡിൽ. ചില കടുവകളൊക്കെ 15, 16, 17 വയസ്സ് വരെ ജീവിച്ചിരുന്ന കടുവകളൊക്കെ നമ്മുടെ കാട്ടിലുണ്ട്. പിന്നെ കാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ആലോചിക്കും, ഈ കടുവകൾ എന്തിനാണ് ഇത്ര നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറും അതിൻ്റെ ദേഹത്തുള്ള ബ്ലാക്ക് സ്ട്രൈപ്പും ഒക്കെ, ഇതൊക്കെ മറ്റു മൃഗങ്ങളൊക്കെ എളുപ്പത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളൊരു കാര്യം എന്ന് പറയാം, നമ്മൾ മനുഷ്യർക്കൊക്കെ 3 സ്പെക്ട്രം കളർ നമുക്ക് കാണാൻ പറ്റും, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ, RGB എന്ന് പറയുന്നത്. പക്ഷേ മാനുകൾക്കൊക്കെ 2 സ്പെക്ട്രമേ കാണാൻ പറ്റുള്ളൂ. അവരും ബ്ലൂവും ഗ്രീനും മാത്രമേ കാണുള്ളൂ. അവർക്ക് റെഡ് കളറൊന്നും കാണാൻ പറ്റില്ല, ഓറഞ്ച് കളറൊന്നും കാണത്തില്ല. അവർ ഒരുപക്ഷെ കാണുന്ന ഒരു ഗ്രേ ഷെയ്ഡിലോ
ഒരു ബ്രൗണിഷ് ഷെയ്ഡിലൊക്കെ ആയിരിക്കും ഒരു കളർ കാണുന്നത്. അപ്പം ഒരു കടുവ കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കിന് ഈ ഓറഞ്ച് കളറും ബ്ലാക്ക് സ്ട്രൈപ്പും ഒക്കെ ഒരു മാന് കാണുമ്പോഴത്തേക്കിന് ഒരു ഗ്രേ ഷെയ്ഡിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു നല്ല കാമഫ്ലാജ് ആയിരിക്കും. ഒരുവിധപ്പെട്ട ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം ഇങ്ങനെ അവരൊരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കാണുന്നത്. ചിലപ്പോഴൊക്കെ കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ലക്കായിരിക്കും, നമ്മൾ കാട്ടിൽ കുഞ്ഞു കടുവകളെയൊക്കെ കാണാൻ പറ്റും. അപ്പം സാധാരണ കുഞ്ഞു കടുവകളെ നമ്മൾ കപ്സ് എന്ന് പറയുന്നത്. കാരണം ജനിക്കുന്നത് മുതൽ 1 വയസ്സ് വരെയുള്ള കടുവകളെ അല്ലെങ്കിൽ 1.5 വയസ്സ് വരെയുള്ള കടുവകളെ കപ്സ് എന്ന് പറയും. പിന്നെ അത് ആ കടുവകൾ സാധാരണ 2 വയസ്സ് വരെ 2.25 വയസ്സ് വരെയൊക്കെ അമ്മയുടെ കൂടെ ആയിരിക്കും ഈ കടുവകൾ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ആ കടുവകളെ നമ്മൾ സബ് അഡൽട്ട് എന്നാണ് പറയുന്നത്. പിന്നെ സബ് അഡൽട്ടുകളല്ലാതെ ഇവർ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം കഴിയുമ്പോഴത്തേക്കിന് അമ്മയിൽ നിന്ന് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ സ്വന്തമായിട്ടുള്ള ടെറിട്ടറി തേടി തുടങ്ങും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ടെറിട്ടറി ഇല്ലാത്ത കടുവകളുണ്ട്. ആ കടുവകളെ നമ്മൾ ട്രാൻസിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലോട്ടേഴ്സ്, സ്വന്തമായിട്ട് ടെറിട്ടറി ഇല്ലാത്ത കടുവകൾ. പിന്നെ കാടിന് നടുക്ക് സ്വന്തമായി ടെറിട്ടറി ഉള്ള ആൺകടുവകളെ ടെറിട്ടോറിയൽ മെയിൽ എന്നും ടെറിട്ടറി ഉള്ള ഫീമെയിലെ ടെറിട്ടോറിയൽ ഫീമെയിൽ എന്നുമാണ് വിളിക്കണത്. ഈ സമയത്തൊക്കെ ചിലപ്പോൾ പുതിയ കടുവകളൊക്കെ അവിടെ വരാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിന് ടൈഗറിൻ്റെ സോഷ്യൽ ഓർഗനൈസേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫാമിലി പോലെ. അപ്പം ടെറിട്ടറിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കെല്ലാം അറിയാലോ, നമുക്ക് സ്വന്തമായിട്ട് വീടുകളൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പോൾ വീടുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് വീട് നമ്മൾ ലോക്കിട്ട് പൂട്ടി വയ്ക്കും. കാരണം വേറെ ആരും കയറാതിരിക്കാൻ എന്ന് പറയുന്ന പോലെ തന്നെ കടുവകൾക്കും കൃത്യമായ ടെറിട്ടറി ഉണ്ട്. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അല്ലാതെ അവർക്ക് ഹോം റേഞ്ച് ഉണ്ട്. ഹോം റേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കടുവകൾ ചിലപ്പോൾ അങ്ങോട്ട് വേറെ ടൈഗറിൻ്റെ ടെറിട്ടറി പോയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അത് തന്നെ ഒരു ഹോം റേഞ്ച് എന്ന് പറയും. അല്ലെങ്കിൽ ടെറിട്ടറി സ്ട്രിക്ട്ലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം ഒരു ടൈഗറിൻ്റെ സോഷ്യൽ ഓർഗനൈസേഷനിൽ സാധാരണ ഒരു ഡോമിനൻറ്റ് മെയിലാണുള്ളത്. ഇതൊരു സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുള്ള ഡോക്ടർ ഉല്ലാസ്കർ എന്ന് പഠിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണിത്. ഒരു ആൺകടുവയ്ക്ക് ഒരു 50 മുതൽ 100 സ്ക്വയർ കിലോമീറ്റർ വരെ ടെറിട്ടറി ഉണ്ടാകും. അപ്പോൾ ആ 100 സ്ക്വയർ കിലോമീറ്റർ ടെറിട്ടറിക്കകത്ത് ചിലപ്പോൾ 3-4 ഫീമെയിൽസ് ഒക്കെ കാണും, ചിലപ്പോൾ 5 ഫീമെയിൽ വരെയൊക്കെ കാണും. ആ ഫീമെയിലിൽ ആ മെയിലിൻ്റെ ടെറിട്ടറിക്കകത്ത് തന്നെ ചെറിയ ചെറിയ ടെറിട്ടറീസ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 30 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 സ്ക്വയർ കിലോമീറ്റർ 15 സ്ക്വയർ കിലോമീറ്റർ ഇങ്ങനെ വെച്ച് ഇവർ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് ടെറിട്ടറി ഇല്ലാത്ത ഇങ്ങനെ വേറെ കടുവകളൊക്കെ കാണും. വേറെ ഇപ്പം കടുവകൾ വേറെ കാടിൻ്റെ അങ്ങേ സ്ഥലത്തൊക്കെ കാണും. അവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ കടുവയുടെ ടെറിട്ടറി ചെക്ക് ചെയ്തിട്ട് ഈ ആൺകടുവയെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പെൺകടുവയാണെങ്കിൽ പുതിയ പെൺകടുവ വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകടുവയൊന്ന് ഓടിച്ച് ടെറിട്ടറി കയ്യേറാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കടുവകളൊക്കെയാണ് ട്രാൻസിയൻസ് എന്ന് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിലുണ്ട്, ഡോമിനൻ്റ് ആയിട്ടുള്ള ഫീമെയിലും ഉണ്ട്. ചില സമയത്ത് ഒരു പുതിയൊരു ഫീമെയിൽ വന്നിട്ട് ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫീമെയിലിനെ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഫീമെയിൽ അവിടെ ടേക്ക് ഓവർ ചെയ്യും. അതേസമയം ഒരു മെയിലാണ് വരുന്നതെങ്കിൽ ആ മെയിൽ എന്താ ചെയ്യുന്നത്? ഈ മെയിലിനെ ഓടിച്ചിട്ട് ആ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ആ ടെറിട്ടറി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ചുറ്റുപാടുള്ള 3-4 ആ പഴയ ഫീമെയിൽ ഉണ്ടല്ലോ, ആ മെയിലിൻ്റെ അണ്ടറിലുണ്ടായിരുന്നു, ആ ഫീമെയിലുമായിട്ട് ഈ മെയിൽ മേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ പഴയ ഫീമെയിലിന് കപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ഈ പുതിയതായിട്ട് വന്ന കടുവ പോയിട്ട് അതിനെ കൊല്ലാറുണ്ട്. പിന്നെ വേറെ കാര്യം ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾ 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അവർ പുതിയ ടെറിട്ടറി തേടി പോകുന്ന സമയത്ത് ആൺകടുവകൾ സാധാരണ യങ്ങായിട്ടുള്ള മെയിൽ ടൈഗേഴ്സൊക്കെ അമ്മയിൽ നിന്ന് നേരത്തെ തന്നെ വേർപിരിഞ്ഞു പോകും. പക്ഷേ ഫിമെയിലിന് ചിലപ്പം വേർപിരിഞ്ഞു പോകാൻ മടിയാണ്. കാരണം എന്തായാലും തള്ളക്കടുവ ഫുഡ് കില്ല് ചെയ്യുന്നുണ്ട്, മാനിനെയൊക്കെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കൻഹയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കടുവ ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് DJ എന്ന് വിളിക്കും. DJ എന്ന് പറഞ്ഞാൽ ധവാജിൻ്റെ ഫീമെയിൽ. അപ്പോൾ അതിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 2 മെയിലും 1 ഫീമെയിലും. മെയിൽ ഓൾറെഡി 2 വയസ്സ് കഴിഞ്ഞപ്പോഴും അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ സ്വന്തമായിട്ട് ടെറിട്ടറി തേടിപ്പോയി. ഫീമെയിലിന് എന്ത് കഴിഞ്ഞാലും അതിന് പോകണ്ട. അപ്പം കുറേ നാൾ അവിടെ നിന്നിട്ടും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വെള്ളത്തിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് ഫീമെയിൽ കപ്പിന് ഓടി വന്ന് ഈ തള്ളക്കടുവ അടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ആ യങ്ങായിട്ടുള്ള ഫീമെയിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്തു. ഞാൻ 2 വർഷം മുമ്പ് അവിടെ പോയപ്പോഴത്തേക്കിന് ഈ അമ്മക്കടുവയെ പതിയെ പുഷ് ചെയ്തിട്ട് അവർ കുഞ്ഞവിടെ ടെറിട്ടറി ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടത്, ഈ ഫീമെയിൽ ആക്ച്വലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള കടുവയായിട്ട് അമ്മയെ അവിടെ നിന്ന് പുഷ് ചെയ്ത് വേറെ ടെറിട്ടറിയിലോട്ട് മാറ്റിയിട്ട് ആ ഫീമെയിൽ ടൈഗർ അവിടെ ടെറിട്ടറി ടേക്ക് ഓവർ ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടൈഗറിൻ്റെ ടെറിട്ടറി വർക്ക് ചെയ്യുന്നത്, സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ടൈഗേഴ്സ് ആർ സോളിറ്ററി ആനിമൽ എന്ന് പറഞ്ഞാൽ അവർ സോളിറ്ററിയാണ്, ഒറ്റയ്ക്കാണ് കഴിയുന്നത്. പക്ഷേ ദേ ആർ നോട്ട് എലോൺ, അവർ ഒറ്റയ്ക്കല്ല, അവരെപ്പോഴും മറ്റുള്ള ടൈഗറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ടൈഗറിൻ്റെ ടെറിട്ടറിയെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈഗർ എങ്ങനെയാണ് ഇതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യണം, എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മളറിയാം, നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളത് ലോക്ക് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ടൈഗർ കോൺസ്റ്റൻ്റ് ആയിട്ട് ടെറിട്ടറി പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പുതിയ ടൈഗർ വന്നിട്ട് അവിടെ ടേക്ക് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 15 സ്ക്വയർ കിലോമീറ്റർ ടെറിട്ടറി ഉണ്ട്, ഒരു ഫീമെയിൽ ടൈഗറാണ്, സ്ഥിരമായിട്ട് നടന്നിട്ട് പ്രത്യേകമായിട്ട് മരങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ സ്പ്രേ മാർക്ക് ചെയ്യും. കടുവയുടെ സ്പ്രേ മാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ ചെയ്യുന്നവർ, അവരിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും മരം ഉണ്ടെങ്കിൽ മരത്തെ ആദ്യം പോയി നോക്കി അവർ ചീക്ക് വെച്ച് ചിലർ റബ്ബ് ചെയ്തൊക്കെ നോക്കും. എന്നിട്ട് അവിടെ അവരുടെ വാല് പൊക്കിയിട്ട് അവർ
മൂത്രമൊഴിച്ച് വെക്കുന്നതാണ്. ഫാസ്റ്റായിട്ട് മൂത്രമൊഴിച്ച്, അതാണ് സ്പ്രേ മാർക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. സ്പ്രേ മാർക്കിംഗ് ഒരു മെയിനായിട്ടുള്ള ടെറിട്ടറി മാർക്കിംഗ്. പിന്നെ ഒരു സ്ക്രാച്ച് മാർക്കിംഗ്, മരത്തിലൊക്കെ കൊണ്ട് ഇവരുടെ നഖം കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈഗറിൻ്റെ ക്ലോ മാർക്സിനിടെ സെൻ ഗ്ലാൻസ് ഉണ്ട്. അതിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നതിനിടയ്ക്ക് മെയിനായിട്ടും അവരുടെ നെയിൽസ് ക്ലീനും ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് കുറേയേറെ സെൻറ്റ് അവർ ഇതിലോട്ട് വെക്കും. അപ്പോൾ അതൊരു ടെറിട്ടോറിയൽ മാർക്കിംഗ് ആണ്. പിന്നെ അവർ ചെയ്യുന്ന, അവർക്ക് ചീക്ക് ഗ്ലാൻസ് ഉണ്ട്. ചീക്ക് ഗ്ലാൻസ് വെച്ചിട്ട് അവർ മരത്തിലൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഉരച്ച് അവിടെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലെ പൂച്ചയൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെയ്യാറുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയിരുന്നു കൻഹ ടൈഗർ റിസർവിൽ വെച്ചിട്ട്. ഒരു കടുവ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണടച്ചിട്ട് ഈ മരത്തെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ പടം ഞാൻ ഫേസ്ബുക്കിലും ബാക്കിയുള്ള വിക്കിമീഡിയ കോമൻസിലൊക്കെ ഇട്ടപ്പോൾ ആൾക്കാരൊക്കെ എടുത്തിട്ട് അത് വേറെ ട്രോളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കടുവ മരം സേവ് മീ എന്നുള്ള രീതിയിലുള്ള കുറേയേറെ സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കടുവകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ അവരുടെ പുറകിലത്തെ കാൽ വെച്ചിട്ട് ഇങ്ങനെ അവർ സ്ക്രേപ്പ് ചെയ്യും, ഗ്രൗണ്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് അവിടെ പൂപ്പ് ചെയ്യും, അവിടെ അപ്പിയിട്ട് വെക്കും. അതൊരു ടെറിട്ടോറിയൽ മാർക്കിംഗ് ആണ്. പിന്നെ അവർ കുറേയേറെ ഡിസ്റ്റൻസ് കവർ ചെയ്യും, നടന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ സ്പ്രേ മാർക്കിങ്ങും സ്ക്രേപ്പ് മാർക്കിങ്ങും സ്ക്രാച്ച് മാർക്കിങ്ങും എല്ലാം ചെയ്യും. പിന്നെ കുറേയേറെ വോക്കലൈസേഷൻ ഉണ്ട്. അവർ നന്നായിട്ട് റോർ ചെയ്യും. ടൈഗറിൻ്റെ റോറിംഗ് ഒക്കെ നമ്മൾ ഒരിക്കലെങ്കിലും കാട്ടിൽ കേട്ടിരിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചില സമയത്തൊക്കെ നമ്മുടെ തൊട്ടടുത്തു നിന്നൊക്കെ ടൈഗർ റോർ ചെയ്യുന്ന ഇങ്ങനെ കാട് കിടുങ്ങുന്ന രീതിയിലുള്ള സൗണ്ടുകളൊക്കെയാണ് കേൾക്കണത്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ കാട്ടിൽ പോകുന്ന സമയത്ത് ടൈഗറിൻ്റെ ഒക്കെ റോറിംഗ് ഒക്കെ ഉണ്ട്, വണ്ടി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് കേൾക്കാൻ ശ്രമിക്കുക. ഭയങ്കര രസമാണ് ഇതൊക്കെ കേൾക്കണേ. പിന്നെ ഒരു കാര്യം, നമുക്ക് കടുവയെ എവിടെയൊക്കെ കാണാൻ പറ്റും. ഇപ്പം കടുവയുടെ ഡിസ്ട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കടുവയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് ഹിമാലയത്തിൻ്റെ സിക്കിമിലൊക്കെ 4000 മീറ്റർ മേളിലൊക്കെ കടുവ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മഞ്ഞ് കാണുന്ന സ്ഥലത്തൊക്കെ കടുവ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സൈബീരിയയിലൊക്കെയാണ് മഞ്ഞ് നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സൈബീരിയൻ ടൈഗേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ 4000 മീറ്റർ മേളിൽ മുതൽ ഇങ്ങനെ സമുദ്രനിരപ്പിന് താഴെ വരെ, ഇപ്പോൾ സുന്ദർബൻസിലൊക്കെ ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന് താഴെയാണ്. അപ്പോൾ അവിടം വരെയൊക്കെ ടൈഗറിനെ കാണാറുണ്ട്. ഹാബിറ്റാറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര യുണീക്കായിട്ടുള്ളതാണ്. പിന്നൊരു കാര്യം, ഈ കടുവകൾക്ക് കുറേയേറെ കാര്യങ്ങൾ വേണം സർവൈവ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് അതിന് കുറേയേറെ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇംഗ്ലീഷ് ഒരു ടേം ഉപയോഗിക്കും, അത് ഇൻവയലേറ്റ് ഫോറസ്റ്റ്. ഇൻവയലേറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ്, വലിയൊരു ലാർജായിട്ടുള്ളൊരു ഫോറസ്റ്റ് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്, യാതൊരു തരത്തിലുള്ള അവർക്ക് ഡിസ്റ്റർബൻസും ഇല്ലാത്ത തരത്തിലുള്ള ലാർജായിട്ടുള്ളൊരു ഫോറസ്റ്റ് വേണം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ അത് അടുത്തുള്ള കാടുകളുമായിട്ട് കണക്റ്റഡ് ആണ്, ബന്ദിപ്പൂർ നാഗർഹോളയൊക്കെ ആയിട്ട്. പിന്നെ പെരിയാർ ടൈഗർ റിസർവ് ഉണ്ട്, പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉണ്ട്. ഇങ്ങനെയുള്ള കാടുകളൊക്കെ ഉണ്ട്. പിന്നെ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കൻഹ ടൈഗർ റിസർവ്, ബാന്ധവ്ഗഡ്, കോർബെറ്റ്, ഇങ്ങനെ കുറേയേറെ കാടുകളുണ്ട്. ഈ കാടുകളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കറിയാലോ സുന്ദർബൻസ്, എനിക്കിപ്പോഴും ഞാനൊരു വീഡിയോ അതിന് ചെയ്തിട്ടുണ്ട് സുന്ദർബൻസിലെ കടുവകളെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റാറ്റ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാബിറ്റാറ്റിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേന് തന്നെ ചില സമയത്തൊക്കെ ഈ കടുവകൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള, ഞാൻ തഡോബ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അവിടെയൊക്കെ സമ്മർ ടൈമിൽ ചന്ദ്രപൂർ ഡിസ്ട്രിക്റ്റിൽ 50 ഡിഗ്രി വരെ ചൂട്, 50-51 ഡിഗ്രി ഒക്കെ. ആ ചൂടത്തൊക്കെ ഈ കടുവകൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ഇത്ര തിക്കായിട്ടുള്ള ഫേറുള്ള ഒരു മൃഗമാണ്. അപ്പം നല്ല ചൂടുള്ള സമയത്ത് ഇവരൊക്കെ വെള്ളത്തിൽ പോയിരിക്കും. അപ്പോൾ ആദ്യത്തേത് അവർക്ക് ഹാബിറ്റാറ്റാണ് വേണം. അവർ നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റിലുണ്ട്, മേളിൽ ഹിമാലയത്തിലുണ്ട്, ഡ്രൈ ആയിട്ടുള്ള ഡെസിഡിയസ് ഫോറസ്റ്റിലുണ്ട്, നമ്മുടെ മഴക്കാടുകളിലുണ്ട്, മാംഗ്രോവ് ഫോറസ്റ്റിലുണ്ട്, കണ്ടൽക്കാടുകളിലുണ്ട്. അപ്പം പലതരത്തിലുള്ള ഹാബിറ്റാറ്റിൽ ഇവരെ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർക്ക് വേണ്ടത് ഫുഡാണ്, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഒരു കടുവയ്ക്ക് 1 വർഷം 50 മുതൽ 60 ഡിയർ വേണം എന്ന് പറഞ്ഞ് മാനുകൾ വേണം. 50-60 മാനം എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും അവർക്ക് ഒരെണ്ണത്തിന് കൊല്ലണം. പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് അവർക്ക് വേറെ കിട്ടുന്ന, ചില സമയത്ത് അവരൊരു മയിലിനെ പിടിക്കാറുണ്ട്, ചിലപ്പോൾ ഒരു ഉടുമ്പിനെ പിടിച്ച് തിന്നാറുണ്ട്. ചില സമയത്ത് ഞങ്ങൾ പൈത്തനെ പിടിച്ച് തിന്നുന്ന കണ്ടിട്ടുണ്ട്, നമ്മുടെ പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ച് തിന്നു. പിന്നെ അവർ ഒത്തിരി ഓപ്പർച്യൂണിസ്റ്റിക് ഹണ്ടേഴ്സാണ്. ചില സമയത്ത് എന്തെങ്കിലും ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പിടിക്കും. സ്കാവെഞ്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വേറെ മൃഗങ്ങൾ കൊന്നിട്ടിരിക്കുന്ന, ഇപ്പോൾ വൈൽഡ് ഡോഗും ലെപ്പേർഡും ഒക്കെ കൊന്നിട്ടേക്കുന്ന മൃഗത്തെ പോയി സ്കാവെഞ്ച് ചെയ്യുന്നിട്ട് കണ്ടിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഏറ്റവും രസകരമായിട്ടുള്ളൊരു സൈറ്റിങ് എനിക്ക് കണ്ടിട്ടുള്ള, ഞാൻ കൻഹ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ പന്നിയെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കാട്ടുപന്നിയെ പിടിക്കുന്നത് ഭയങ്കര രസം. സാധാരണ മാനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പതിയെ അപ്രോച്ച് ചെയ്തിട്ട് ഹണ്ട് ചെയ്യുന്ന പുറകെ കൂടെ അറ്റാക്ക് ചെയ്തിട്ട് അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ കഴുത്തിന് ഇങ്ങനെ കഴുത്തിന് ഞെക്കി പിടിച്ചിട്ട് അവർക്ക് ശ്വാസം കിട്ടാതെ ഞെക്കി പിടിച്ചിട്ടാണ് ഈ കടുവകൾ കൊല്ലണത്, സഫക്കേറ്റ് ചെയ്തിട്ട്. പക്ഷേ പന്നിയുടെ കാര്യത്തിൽ അവർ വേറൊരു ടാക്ടിക്കാണ് ഉപയോഗിക്കുന്നത്. പന്നിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പന്നിക്കറിയാലോ, നമ്മൾ കാട്ടുപന്നിക്ക് നല്ല തേറ്റയുണ്ട്, കാട്ടുപന്നി ടഷേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല തേറ്റകളുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം പന്നി കടുവയെ കുത്തി കീറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ സാധാരണ പന്നിയെ പിടിക്കുന്ന പന്നിയുടെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് ഈ കഴുത്തിന് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് സ്പൈനൽ കോഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് കുറേ നേരം
ഈ പന്നിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കൻഹെ ജോലി ചെയ്യുന്ന സമയത്ത്, ഇതൊരു 10-16 വർഷം മുമ്പായിരുന്നു. ആ സമയത്തൊക്കെ കൻഹയിൽ എലിഫൻറ്റ് സഫാരി ഉണ്ട്. ഇപ്പോൾ സാധാരണ അവർ രാവിലെ പോയിട്ട് ഒരു കടുവയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആനപ്പുറത്ത് പോയിട്ട് കടുവയെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു ദിവസം ആനപ്പുറത്ത് പോയപ്പോൾ ഞങ്ങളായിരുന്നു അന്ന് ലാസ്റ്റ്. അടുത്ത് ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കണ്ടൊരു സംഭവം, ഒരു കടുവ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു, വണ്ടിയിൽ കയറിയിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ആളായതുകൊണ്ട് 3 ആനകളുണ്ട്, ആനകൾ തിരിച്ചു പോരും. പെട്ടെന്ന് ഞങ്ങളൊരു സൗണ്ട് കേട്ടു, എന്ന് പറഞ്ഞാൽ വലിയൊരു കാർച്ച സൗണ്ട്. ആ കാർച്ച സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവകൾ ഒരു പന്നിയെ പിടിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബഡിമാത എന്ന് പറഞ്ഞൊരു കടുവയായിരുന്നുള്ളത്. അപ്പോൾ ആ കടുവകൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, 2 വയസ്സുള്ള 3 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പം തന്നെ എലിഫൻറ്റിൻ്റെ മൗത്തൊക്കെ പറഞ്ഞു, കടുവ ഈ പന്നിയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകുന്നു. അപ്പം പറഞ്ഞു, നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളും തന്നെ പെട്ടെന്ന് ആനപ്പുറത്ത് കയറിയിട്ട് ഞാൻ എൻ്റെ ക്യാമറയൊക്കെ ആയിട്ട് റെഡിയായിട്ട് ചെല്ലുമ്പം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു കാട്ട് പന്നിയെ ഒരു കടുവ പിടിച്ചിട്ട് ഈ 2 സൈഡിൽ നിന്ന് അതിൻ്റെ മുഖം കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് താഴ്ത്ത് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ കടിച്ച് നിൽക്കുന്നതാണ്. തൊട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ അമ്മക്കടുവയും വേറെ 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഈ പന്നി, ഈ കാട്ടു പന്നിയായിട്ട് ഈ കടുവ ഫൈറ്റ് ചെയ്യുന്നതുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ തള്ളക്കടുവ അവിടെ നിന്ന് വന്നിട്ട് അത് ഈ കാട്ടുപന്നിൻ്റെ പുറത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ കടുവയുടെ യഥാർത്ഥ പവർ എനിക്ക് മനസ്സിലായത്. നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഒന്ന് ഓർത്ത് നോക്കണം. ഒരു കാട്ടുപന്നിയും ഒരു കടുവയും, ഒരു യങ്ങായിട്ടുള്ള 2 വയസ്സുള്ള ഒരു യങ്ങായിട്ടുള്ള കടുവയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അമ്മക്കടുവ വന്നിട്ട് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് ഒരു 10-15 മീറ്റർ കൊണ്ടുപോയി. അപ്പോൾ നമ്മളിത് കുറേ നേരം കണ്ട് ഈ തള്ളക്കടുവയും ഈ കുഞ്ഞൂടെ കൂടി ഇതിനെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അവർ പന്നികളെ കൊല്ലാറുണ്ട്, കാട്ടുപോത്തിനെ കൊല്ലാറുണ്ട്. കാട്ടുപോത്തിനെ കൊല്ലുന്നത് പറഞ്ഞാൽ ഇവർ സാധാരണ പുറകിൽ നിന്നൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഹാംസ്ട്രിങ് ബ്രേക്ക് ചെയ്യും, എന്നിട്ടാണ് ഇവർ ഇതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. ചില കടുവകൾ, പ്രത്യേകിച്ച് കോർബറ്റ് നാഷണൽ പാർക്കിലുള്ള, ഉത്തരാഖണ്ഡിലുള്ള കോർബറ്റ് നാഷണൽ പാർക്കിലുള്ള കടുവകളൊക്കെ ആനകളെ പിടിക്കുന്നതായിട്ട് കുറച്ചേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു പക്ഷേ പുറകിൽ നിന്നൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഹാംസ്ട്രിങ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ കടുവകളൊക്കെ ഫുഡ് അവരുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പലതരത്തിലുള്ള ജീവികളെ അവർ കൊല്ലാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് ഫ്രഷ് വാട്ടർ അവർ കുടിക്കും, വെള്ളം കുടിക്കും. സുന്ദർബൻസിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. കാരണം അവർ ബ്രാക്കിഷ്, ഇച്ചിരി ഉപ്പ് രസം കലർന്ന വെള്ളമൊക്കെയാണ് അവർ കുടിക്കാറുള്ളത്. പക്ഷേ സാധാരണയുള്ള കാടുകളിലൊക്കെ ഇവർ നമ്മുടെ ഫ്രഷ് വാട്ടറാണ് കുടിക്കാറുള്ളത്. വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ ഈ സമ്മർ ആകുന്ന സമയത്ത്, നല്ല ചൂടുള്ള മാസം, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ ഈ കടുവകളൊക്കെ വന്ന് വെള്ളത്തിൽ ഇരിക്കാറുണ്ട്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഈ കൻഹയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തടോബയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വലിയ ടാങ്കറുകളൊക്കെ ഉണ്ട് ഈ വെള്ളം കൊണ്ടുപോകാനുള്ള. സമ്മർ ടൈം ആകുമ്പോഴത്തേക്കിന് അവർക്കൊരു 5-6 ടാങ്കറുണ്ട്. ഇപ്പം രാവിലെ അവർ വെള്ളം നിറച്ചിട്ട് കുറേ സിമെൻറ്റഡ് വാട്ടർ ഹോൾസ് ഉണ്ട് കാട്ടിലൊക്കെ. ആ സിമെൻറ്റഡ് വാട്ടർ ഹോൾസിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് അവിടെ തലേദിവസം രാത്രി വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കിന് അവിടെ ആനിമൽസ് എല്ലാം വന്ന് വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് ആ സിമെൻറ്റഡ് വാട്ടർ, ചെറിയ വാട്ടർ ഹോളാണ്, അപ്പോൾ അതിലൊന്നും വെള്ളം കാണത്തില്ല. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ നോക്കിയിരിപ്പുണ്ട്, ആ കടുവയൊക്കെ ഒരു 10-30 മീറ്റർ മാറി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ടാങ്കർ വരാൻ വേണ്ടി. ടാങ്കർ വന്ന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇവർ ഓടി വന്നിട്ട് വെള്ളത്തിൽ കയറി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം വെള്ളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൈറ്റിങ്, കൻഹയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അമ്മക്കടുവ 3 കുഞ്ഞുങ്ങളായിട്ട് നടന്നു വരിക മുന്നിലോട്ട് നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വന്നിട്ട് അവിടെ നിൽക്കുന്നിട്ട്. സാധാരണ കടുവകൾ 3 മാസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെ വെളിയിൽ ഇറക്കാറുള്ളത്. അതുവരെ 3 മാസം വരെ അവരുടെ ഡെന്നിൽ ഇങ്ങനെ കീപ്പ് ചെയ്യും. പക്ഷേ ആ വർഷം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ചൂടായതുകൊണ്ട് 1 മാസം കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളായിട്ട് വന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ തീരെ പീക്കിരി ആയിട്ടുള്ള 3 കുഞ്ഞുങ്ങളായിട്ട് നടന്നു വരുന്നു. അമ്മക്കടുവ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വാട്ടർ ഹോളിലോട്ട്. കാരണം വാട്ടർ ഹോളിൽ വേറെ ഓൾറെഡി ഒരു മെയിൽ ടൈഗർ ഇരിപ്പുണ്ട്. ഒരു 2-3 മിനിറ്റ് നോക്കി നിന്നു. കാരണം ഇത് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ ഈ മെയിൽ ടൈഗർ ഇവരെ കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പം ഈ തള്ളക്കടുവ കുഞ്ഞുങ്ങളെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അവരുടെ തന്നെ അച്ഛനാണെന്ന് മനസ്സിലായിട്ട് തള്ളക്കടുവ പതിയെ കുഞ്ഞുങ്ങളെയായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി വന്ന്. അന്ന് കുറേയേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് കിട്ടി. കാരണം തീരെ പീക്കിരി ആയിട്ടുള്ള ടൈഗറൊക്കെ അമ്മക്കടുവയുടെ മുകളിൽ നിൽക്കുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആൺകടുവയും വെള്ളത്തിലിരുന്ന് കുടിക്കുന്നു. പക്ഷേ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ആഴ്ച ഞങ്ങൾ അവിടെ ചെന്നപ്പം അതേ സ്ഥലത്ത് അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. ആ പാറയുടെ അടുത്ത് വെള്ളത്തിൽ വേറൊരു പുതിയ കടുവ ഇരിക്കുന്നു. പുതിയ കടുവ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ യങ്ങായിട്ടുള്ള മെയിൽ ടൈഗർ ആയിരുന്നു. കാരണം അവിടെ ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിൽ ടൈഗറിൻ്റെ കുഞ്ഞ് തന്നെയായിരുന്നു, ആൺകടുവയായിരുന്നു. പക്ഷേ വേറെ ഫീമെയിൽ നിന്നുള്ളൊരു കടുവ ആയതുകൊണ്ട് അപ്പോൾ ആൺകടുവ ഈ യങ് ആയിട്ടുള്ള ടൈഗർ ഇവിടെ വരാനായിട്ട് സമ്മതിച്ചു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ യങ് ആയിട്ടുള്ള ആൺകടുവ ചെന്നിട്ട് ഈ ആ തള്ളക്കടുവയുടെ 2 കുഞ്ഞുങ്ങളെ കൊന്നു. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇത് കണ്ടത്. ഞങ്ങൾ കണ്ടിട്ടൊക്കെ ഭയങ്കര സങ്കടം വന്നു. ഞങ്ങൾ 1-2 പേരൊക്കെ വണ്ടിയിരുന്ന് കരയുക വരെ ചെയ്തു. കാരണം ഈ അമ്മക്കടുവ കുറേ ഫൈറ്റ് ചെയ്ത് നോക്കി യങ് ആയിട്ടുള്ള മെയിൽ ടൈഗർ. പക്ഷേ മെയിൽ ടൈഗർ ആക്ച്വലി ഈ അമ്മയെക്കാളും നല്ല സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് 2 കുഞ്ഞുങ്ങളെ കൊന്നു. പിന്നെ ഒരു യങ് ആയിട്ടുള്ള ടൈഗർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് സർവൈവ് ആയി. ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മക്കടുവ ആ കുഞ്ഞിനെ കൊണ്ട് വാട്ടർ ഹോളിൻ്റെ അടുത്ത് വരുന്നതും ആ കുഞ്ഞുങ്ങളായിട്ട് ഓടി നടക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നു, ഒന്നാമത്തെ ഹാബിറ്റാറ്റ്
രണ്ടാമത് ഫുഡ്, മൂന്നാമത് വെള്ളം, പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ. അപ്പം നമ്മുടെ നാട്ടിലുള്ള, ഇപ്പോൾ കേരളത്തിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പ്രൊട്ടക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് കടുവയുടെ പോച്ചിങ് ഒന്നും അധികമില്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാടുകളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പ്രൊട്ടക്ഷൻ അവർക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഈ കടുവകളുടെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ, കാരണം കടുവയെ പോച്ച് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ റെഡി ആയിട്ടിരിപ്പുണ്ട്, കടുവയെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആൺകടുവ വേണം, പെൺകടുവ വേണം, പെൺകടുവ വേണം, ആൺകടുവകൾ അവിടെ അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ റേഷ്യോ കൃത്യമായിരിക്കണം. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 10-20 വർഷം മുമ്പ് പെഞ്ച് ടൈഗർ റിസർവ്, ഇപ്പോൾ അറിയാം പെഞ്ച് ടൈഗർ റിസർവിൽ കുറേയേറെ ടൈഗർ ഉണ്ട്. പക്ഷേ പെഞ്ച് ടൈഗർ റിസർവിൻ്റെ ഇനീഷ്യൽ സമയത്ത്, ഞാനൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത്, അവിടെ കൂടുതലായിട്ട് ആൺകടുവകളായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആരോ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്യാമറ ട്രാപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് 5 മെയിൽ ടൈഗർ ഒരു ദിവസം തന്നെ ഇങ്ങനെ പാസ് ചെയ്ത് പോയത്. അപ്പം ആൺകടുവകളുടെ എണ്ണം കൂടുതലായിരുന്നു, അവിടെ പെൺകടുവകളുടെ എണ്ണം കുറവും. അപ്പം ഇവഞ്ച്വലി അവിടെ വന്നപ്പോൾ ഒരു ഡോമിനൻറ്റ് മെയിൽ ടൈഗർ വന്ന് അവൻ അവിടുത്തെ ടെറിട്ടറി ടേക്ക് ഓവർ ചെയ്തിട്ട് കുറേയേറെ ഫിമെയിൽ ടൈഗറുമായിട്ട് വന്ന്, അപ്പോൾ അങ്ങനെയാണ് അവിടെ ടൈഗറിൻ്റെ നമ്പർ സ്റ്റേബിളായത് വന്നത്. അപ്പം ഈ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ടൈഗറിൻ്റെ കൃത്യമായ സർവൈവൽ കാട്ടിൽ പറ്റും. കാട്ടിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അടുത്തൊക്കെ കടുവകളെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെയും ഈ സെയിം ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് ഹാബിറ്റായിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള വയനാടൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അവിടെ നല്ല ടീ പ്ലാന്റേഷൻസും കോഫി പ്ലാന്റേഷനും ഒക്കെ ഉണ്ട്. അത് നല്ല ഹാബിറ്റായിട്ടുണ്ട്. അവർക്ക് ഫുഡുണ്ട്, അവിടെ ഇഷ്ടംപോലെ കഴിക്കാനുള്ള മാനുകളുണ്ട്, വെള്ളമുണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ മെയിലാണ് ഫീമെയിലുണ്ട്. ഇങ്ങനെയുള്ള കുറേ കോമ്പിനേഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ കടുവകളിലൊക്കെ എണ്ണം നന്നായിട്ട് കൂടുന്നത്. ഇടയ്ക്ക് നമ്മളോടൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, കടുവകൾ രാത്രി സഞ്ചരിക്കുന്നവരാണോ അതോ പകൽ സഞ്ചരിക്കുന്നവരാണോ? അപ്പം നമുക്കറിയാം, നമ്മൾ മനുഷ്യർ ഡയണൽ ആനിമൽസ് എന്ന് പറയും. നമ്മളൊരു ആനിമലാണ്. ഡയണൽ എന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിൽ ആക്റ്റീവ് ആകുന്നവർ. നമുക്ക് രാത്രി കണ്ണ് കാണാൻ പറ്റത്തില്ല, ടോർച്ചിൻ്റെ വെട്ടമൊന്നുമില്ല, നല്ല കൂരിട്ടിൽ നമുക്ക് കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഡയണലാണ്. രാത്രിയിൽ സഞ്ചരിക്കുന്ന ആനിമലുണ്ട്, ഒത്തിരി മൃഗങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മുള്ളം പന്നികളും സിവറ്റുകളും ഒക്കെ രാത്രി സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള രാത്രി സഞ്ചരിക്കുമ്പോൾ വവ്വാലുകൾ എല്ലാം രാത്രി സഞ്ചരിക്കുമ്പോൾ അവരൊക്കെ അവർ നൊക്ടേണൽ എന്ന് പറയും. രാത്രി സഞ്ചരിക്കുന്ന ഒരു നൊക്ടേണൽ, പകൽ സഞ്ചരിക്കുന്ന ഒരു ഡയണൽ. പിന്നെ വേറൊരു ഇതുണ്ട്, രാത്രി ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങും ആക്റ്റീവ് ആകുന്നതെന്ന് പറഞ്ഞാൽ ഡസ്ക് ആൻഡ് ഡോൺ. അപ്പോൾ അങ്ങനെയുള്ളതിനെ ക്രെപ്പസ്കുലർ എന്ന് പറയും. അപ്പോൾ കടുവകളെ കൂടുതലായിട്ട് ക്രെപ്പസ്കുലർ ആനിമൽ എന്നാണ് പറയുന്നത്. കാരണം ഇവർ സാധാരണയായിട്ട് ഏർലി മോർണിംഗ് ലേറ്റ് ഈവനിങ്ങുകളായിട്ടാണ് ആക്റ്റീവ് ആറുള്ളത്. പക്ഷേ ചില സമയത്തൊക്കെ, സമ്മർ ടൈമിലൊക്കെ, നല്ല ചൂടുള്ള സമയത്തൊക്കെ പകലൊക്കെ അവർ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുമോ അല്ലെങ്കിൽ വെള്ളത്തിൽ പോയിരിക്കും. രാത്രി കാലങ്ങളിലാണ് അവർ സഞ്ചരിക്കുക. രാത്രിയിൽ അവർക്ക് നന്നായിട്ട് കണ്ണ് കാണാൻ പറ്റും. അപ്പം ലാർജ്ലി ക്രെപ്പസ്കുലറാണ്. ലാർജ്ലി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അവർ ഏർലി മോർണിംഗ് ലേറ്റ് ഈവനിങ്ങിലൊക്കെയാണ് ആക്റ്റീവ് ആകുന്നത്. പക്ഷേ അവർക്ക് വേണമെങ്കിൽ പകൽ സമയത്തും രാത്രി സമയത്തും സഞ്ചരിക്കാൻ പറ്റും. ചില സമയത്തൊക്കെ നമ്മൾ ടൈഗറിനെ കുറിച്ച് പഠിച്ച സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില കടുവകളൊക്കെ, അവർ റേഡിയോ കോളർ ചെയ്തിട്ടുള്ള കടുവകളൊക്കെ പകൽ സമയം മൊത്തം കിടന്നുറങ്ങുന്നവരുണ്ട്, എന്നിട്ട് രാത്രി മുഴുവൻ സഞ്ചരിക്കും. ചില കടുവകളൊക്കെ രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ട് പകൽ മൊത്തം സഞ്ചരിക്കുന്ന കടുവകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ കാട്ടിൽ പോകുന്ന സമയത്ത് ഈ കടുവകളൊക്കെ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ സഫാരിക്കൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ബന്ദിപ്പൂർ നാഗർഹോളയുണ്ട്, നമ്മുടെ നാട്ടിൽ വയനാടുണ്ട്, പറമ്പിക്കുളത്ത് പോകാറുണ്ട്. നിങ്ങൾ കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ മാനുകളൊക്കെ ഒരു സൈഡിലോട്ട് മാത്രം നോക്കിക്കും. അലാം കോൾ അവർ ചെയ്യാറുണ്ട്, ലൗഡായിട്ടുള്ള അലാം കോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ ഉണ്ടെങ്കിൽ കുരങ്ങിൻ്റെയും മാനുകളുടെ അലാം കോൾ കേട്ടിട്ട് നമുക്ക് അവിടെ ബിഗ് ക്യാറ്റിൻ്റെ പ്രസൻസ്, ഇപ്പോൾ ടൈഗറോ ലെപ്പേർഡോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ചില സമയത്തൊക്കെ ഇങ്ങനെ മാനുകളൊക്കെ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് ഒരു സ്ഥലത്തോട്ട് തന്നെ മാത്രം നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുക, നോക്കുക, ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ട്രാക്സ് ആൻഡ് സൈൻസ്, ഇപ്പം കാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് കടുവകൾ റോഡൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് നടക്കാനായിട്ട്. അവിടെ ടൈഗറിൻ്റെ ട്രാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫ്രഷ് ആണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചില സമയത്തൊക്കെ ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ അകത്ത് അധികം ഡസ്റ്റോ ഇലയോ ഒന്നും വീണിട്ടില്ലെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ള എഡ്ജസ് ഒക്കെ ഷാർപ്പാണെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ള ടൈഗറിൻ്റെ ട്രാക്കാണെന്ന് മനസ്സിലാകും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടൈഗറിൻ്റെ പ്രസൻസ് അടുത്തുണ്ടെന്ന് മനസ്സിലാകും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റുകളെ കൊണ്ടൊക്കെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കടുവകളെ കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ കടുവകളുടെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കുറേയേറെ ടൈഗറിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു. ഈ ടൈഗറിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എടുത്ത പടങ്ങളാണ്. ആയിരക്കണക്കിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഈ പടങ്ങളെല്ലാം ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്കിമീഡിയ കോമൺസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ എൻ്റെ ഈ പടങ്ങളെല്ലാം, ഹൈ റെസൊല്യൂഷൻ പടങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കടുവകളുടെ പടങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, ഈ പടങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യണം, നല്ല പടങ്ങളൊക്കെ കുറേ നല്ല പടങ്ങളുണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിക്കിമീഡിയ കോമൺസിൽ പോവുക, എടുക്കുക, നിങ്ങൾ യൂസ് ചെയ്യുക. അത് കോപ്പിറൈറ്റ് ഇല്ല, ആർക്ക് വേണമെങ്കിലും ലോകത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കടുവകളെ കാണാനായിട്ട് നിങ്ങൾ ഇനിയും കാട്ടിലോട്ട് പോവുക, എൻജോയ് ചെയ്യുക, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇങ്ങനെയുള്ള കഥകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.